നമസ്കാരം. കേരളത്തിലെ മാപ്ര താപ്പാനകളുടെ ഒരു ഇരട്ടത്താപ്പ് നമുക്കൊന്ന് പരിശോധിച്ചു വരാം. കാര്യം പക്ഷം പിടിക്കാതെ നിഷ്പക്ഷരായി ജോലി ചെയ്യുന്നവരാണെന്നല്ലോ സ്വയം എപ്പോഴും വായ്ത്താരിയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ കേരളത്തിലെ സംഘപരിവാർ മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ അന്നം കൊടുത്ത് വളർത്തുന്ന ഒരു ജന്തു ഉണ്ടല്ലോ, ആ ജന്തു നയിച്ച ഒരു ചർച്ചയുണ്ട്, ഒന്ന് കേട്ടെ. അഷ്റഫ് അലി, എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? കാരണം നിങ്ങളുടെ മന്ത്രിയും നിങ്ങളുടെ പാർട്ടിയും വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചപ്പോഴൊക്കെ ഇവിടെ ഇരിക്കുന്ന മറ്റെല്ലാ ആളുകളുടെയും ആക്ഷേപങ്ങൾക്ക് ഇരയായിട്ടുള്ളതാണ്. അങ്ങനെ എന്റെ റബ്ബേ എന്ന് വിളിച്ചാക്ഷേപിച്ചവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണ്? കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് സുജിത്തെന്നോ പ്രകാശനെന്നോ വാസുമാഷെന്നോ അല്ല, പ്രൊഫസർ രവീന്ദ്രനാഥ് എന്നാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല. ഒരു വിദ്യാഭ്യാസ വകുപ്പിൽ കാര്യങ്ങൾ നടന്നാൽ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എന്ത് മറുപടിയാണ് പറഞ്ഞത്? കണക്ക് പരീക്ഷയിൽ മാത്രമല്ല, ഹയർ സെക്കൻഡറിയിലെ ജോഗ്രഫി പരീക്ഷ ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിൽ സ്ക്രോളിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. ഹയർ സെക്കൻഡറി ഡയറക്ടർ പറഞ്ഞത് 5 ക്വസ്റ്റ്യൻ മാത്രമേ അധികരിച്ചു വന്നിട്ടുള്ളൂ എന്ന രൂപത്തിലാണ്. ജോഗ്രഫി പരീക്ഷയിൽ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ജേർണലിസത്തിലും കൊമേഴ്സിലും പ്രശ്നങ്ങൾ, അറബിക്കിൽ പ്രശ്നങ്ങൾ, മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന് ഇംഗ്ലീഷ് അച്ചടിച്ചു വന്ന പ്രശ്നങ്ങൾ, ടോട്ടൽ പ്രശ്നങ്ങളാണ്. ഒരു സുജിത്തിലോ ഒരു വാസുമാഷിലോ നിൽക്കുന്ന പ്രശ്നങ്ങളല്ല. ഈ പരീക്ഷയിൽ 7 എണ്ണം തെറ്റ്, കാര്യത്തിൽ അക്ഷരമില്ല, ഗ്രാമറില്ല, ഹിന്ദി പരീക്ഷ 7 എണ്ണം തെറ്റ്. അതെ, ഓരോ സമയം തോറും പരീക്ഷാ ചോദ്യപേപ്പറുടെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാളത്തിലൊളിച്ച വിദ്യാഭ്യാസ മന്ത്രി പുറത്തു വന്ന് അദ്ദേഹം രാജിവെച്ച് ഈ വിഷയത്തിലൊക്കെയും അന്വേഷണം അദ്ദേഹം പ്രഖ്യാപിക്കണം. അദ്ദേഹം അധ്യാപകനാണ്. അധ്യാപകനായ അദ്ദേഹത്തിന് അറിയാം കുട്ടികൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത് എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം മാളത്തിലൊളിക്കുന്നത്? SFI എന്തുകൊണ്ടാണ് ചാനലിൽ വന്നിരുന്നു കൊണ്ട് മാത്രം ഇവിടെ ഖേദം പ്രകടിപ്പിക്കുന്നത്? പറയാൻ മടിക്കുന്ന നാവും ഉയരാൻ മടിക്കുന്ന മുഷ്ടിയും അടിമത്തത്തിന്റേതാണ് എന്ന് പറയുന്ന SFI എന്തുകൊണ്ട് കേരളത്തിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നില്ല? നിങ്ങളുടെ കൈകൾ ആരാണ് ബന്ധിച്ചത്? ഈ 4 ലക്ഷത്തോളം വരുന്ന SLC വിദ്യാർത്ഥികൾ, അതിലേറെ വരുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, ഇവരോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മുഖം നോക്കാതെ ഈ വിഷയത്തിൽ സമരത്തിൽ? കുറച്ച് പഴയതാണ്, ഒരു 3-4 വർഷം പഴക്കം വരും. അതായത് 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിലെ സ്കൂളുകളിൽ നടത്തിയ എക്സാമുമായി ബന്ധപ്പെട്ട് ചെറിയ പിശകുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. അതൊരു തെറ്റല്ല, അതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ അന്നത്തെ ചർച്ചകളുടെ ഒരു ആവേശം കണ്ടില്ലേ? ഹിന്ദി പറ കുറെ ആൾക്കാരെയൊക്കെ വളച്ചിരുത്തിയിട്ടൊക്കെ ആ വിഷയത്തെ കത്തിക്കുന്ന ഒരു രീതി, ആത്മരോഷം പൊട്ടി ഒലിക്കുകയാണ്. കാര്യം കുട്ടികളുടെ ഭാവി ഓർത്ത് ഇവർക്ക് വല്ലാത്ത വേവലാതി വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കാര്യം കേരളത്തിലെ ഈ കുട്ടികളെ സംബന്ധിച്ച് കേരളത്തിലെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കുറച്ച് ഭജന സംഘത്തെ വിളിച്ചിരുത്തി രാജീവ് ചന്ദ്രശേഖരന്റെ വളർത്തുനായയുടെ ആ കൊരയിലാണ് നിങ്ങൾ കേട്ടത്. എന്തൊരു ആവേശമായിരുന്നു! ആ കാലമൊക്കെ പോയി. പല മഴ പെയ്തു, വിഷു വന്നു, ഓണം പോയി. ഇപ്പോ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവവികാസം നമ്മുടെ നാട്ടിൽ അരങ്ങേറുകയാണ്. നീറ്റ് പരീക്ഷ, സെറ്റ് പരീക്ഷ, UGC പരീക്ഷകൾ എല്ലാം ചോദ്യപേപ്പറുകൾ ചോർന്ന് ഈ നാട്ടിൽ ചോദ്യപേപ്പറിന്റെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഈ ജന്തുവിന്റെ ഒരു ചർച്ച കണ്ടോ? ഇത്രയും ലക്ഷം കുട്ടികളുടെ ഭാവി, അതായത് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയ പലരും ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചുകൊണ്ട് ഇപ്പോ നീറ്റ് പരീക്ഷയിൽ കടന്നുകൂടിയിരിക്കുകയാണ്. അതിലെ ചോദ്യങ്ങൾ കണ്ടല്ലോ. ചോദ്യങ്ങൾ ഹനുമാനെ സംബന്ധിച്ചും, അതായത് നമുക്ക് ആ ചോദ്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഏതോ ക്ഷേത്രത്തിലെ പൂജാരിയുടെ ടെസ്റ്റ് ആണെന്ന് തോന്നും. അങ്ങനെയാണ് നീറ്റ് പരീക്ഷയുടെ ചോദ്യം തയ്യാറാക്കിയത്. ആ ചോദ്യപേപ്പർ ചോരുക കൂടി ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസം അപ്പാടെ തകിടം മറിയുന്ന ഒരു അവസ്ഥയിലെത്തുകയാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസം, MBBS പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള കുട്ടികളുടെ ചോദ്യപേപ്പർ ചോർന്നതിന് ശേഷം അതിൽ പല അനർഹരും, പ്രത്യേകിച്ച് ചോദ്യപേപ്പർ എങ്ങനെ ചോർന്നു എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് വകതിരിവുള്ളവർക്കല്ലേ ഇതിന്റെയൊക്കെ സീരിയസ്നെസ് മനസ്സിലാകൂ. ഈ പശുവിനെ മേച്ചുകൊണ്ട് നടക്കുന്നതും, അല്ലെങ്കിൽ പുല്ലുവെട്ടാൻ നടക്കുന്നവരും, അല്ലെങ്കിൽ കാഷായ വസ്ത്രമായിട്ട് നടക്കുന്ന ടീംസിനൊക്കെ എന്ത് പരീക്ഷ! ഇതൊക്കെ പാസ്സായ വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഇത് പഠിക്കുന്നവർക്കല്ലേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഒരാളുടെ വിദ്യാഭ്യാസ യോഗ്യത എല്ലാം അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതോ അന്യഗ്രഹത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്, നമ്മുടെ വിസുഗുരുവിന്റെ തന്നെ. അതുകൊണ്ട് പഠിച്ച് മാർക്ക് കിട്ടുന്നവരുടെ വിലയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയത്തില്ല. കാര്യം പള്ളിക്കൂടത്തിൽ പോണ്ടേ, അതിന്റെ തിണ്ണ കാണണ്ടേ. മറ്റേ അദ്ദേഹത്തിന്റെ അവിടെ തന്നെ പശു മേച്ചുകൊണ്ട് വേറൊരു മുട്ട UP-യിൽ ഇരിപ്പുണ്ടല്ലോ. ഇത് രണ്ടുമൊന്നും ഈ പള്ളിക്കൂടത്തിന്റെ തിണ്ണ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഈ കുട്ടികളുടെ ആശങ്ക മനസ്സിലാകുന്നില്ല. 6 ലക്ഷം രൂപയ്ക്ക് ചോദ്യപേപ്പർ വിറ്റഴിച്ചു എന്ന വാർത്ത പുറത്തു വന്നിട്ട് കേരളത്തിലെ മാപ്രകൾ ഒരെണ്ണം അനങ്ങുന്നില്ല. അനങ്ങാൻ അവർക്ക് മുട്ടിലിടിയാവുണ്ടാകുകയാണ്. അതായത് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് തിരിച്ചടിയാകുന്നുണ്ടെങ്കിലോ ഭയപ്പാടോടുകൂടി മാത്രം ഇരിക്കുകയാണ്. ഇവരാണ് ഈ നാട്ടിലെ സർക്കാരിനെ
മര്യാദ പഠിപ്പിക്കാനും അവരെ തിരുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതായത് ഇത്രയും കുട്ടികളുടെ ഭാവി അനിശ്ചിതത്തിലായാൽ അവർക്ക് യാതൊരു ദുഃഖവുമില്ല. 4 മിസ്റ്റേക്ക് കടന്നുകൂടിയപ്പോ വല്ലാതെ ആവലാതി പൂണ്ടവർ ഇപ്പോ മൗനം അവലംബിക്കുന്ന കാണുന്നില്ലേ? എന്തൊരു അടിമ കണ്ണന്മാർ, അടിമ കൂട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ പാദസേവകരും അവരുടെ ഈ ഷൂ നക്കികളെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. ഇത്രമാത്രം ചില വിഷയങ്ങളിലൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ, അല്ലെങ്കിൽ തെമ്മാടി സർക്കാർ തുടരട്ടെ എന്ന് പറയുന്ന ആ ടീംസ് ഇത്തരം ഒരു വലിയ ഗുരുതരമായ വീഴ്ചയും ഈ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവതാളത്തിലായിട്ട് ഒരക്ഷരം ഉരിയാടുന്നില്ലെങ്കിൽ ഈ സംവിധാനമൊക്കെ ഈ നാടിന് വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ച വേണ്ടേ? ഇന്നും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. TP കേസ് അതാണല്ലോ വലിയ വിഷയം. ഈ നീറ്റ് പരീക്ഷ, സെറ്റ് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി അവരുടെ പ്രശ്നമേ അല്ല. അതിരുളടഞ്ഞത് അത് നമ്മുടെ ആളല്ലേ ചെയ്തിരിക്കുന്നത്, കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഈ നൈസായിട്ട് വളരെ നിസ്സാരവൽക്കരിച്ച് അതിനെ മിണ്ടാതിരുന്ന് ആൾക്കാരുടെ ഇടയിലേക്ക് കൂടുതൽ ചർച്ചയുണ്ടാക്കാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്നവർ ഈ വിഷയത്തിൽ ഒരക്ഷരം ഉരിയാടാതിരിക്കുകയാണ്. അതിനാണ് തുടക്കത്തിൽ നിങ്ങൾക്കൊരു ചർച്ച കാണിച്ചു തന്നത്. എന്തെങ്കിലും ഇതുപോലുള്ള ചെറിയ പിശക് ഈ നാട്ടിൽ വന്നാൽ ഇവരുടെ ആവേശം ഏത് രീതിയിൽ തിളച്ചു പൊന്തുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഈ നാട്ടിലെ മാപ്ര അടിമക്കൂട്ടം. സംഘപരിവാറിന്റെ തിണ്ണനിരങ്ങികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, സംഘപരിവാറിന്റെ പാദസേവകരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരിൽ നിന്ന് ഈ നാട്ടിലെ ഒരു കുട്ടികൾക്ക് നീതി, നിഷ്കളങ്കരെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എത്രയോ കുട്ടികൾ ഈ നാട്ടിൽ പരീക്ഷ എഴുതിയവരാണ്. അവരുടെ ആശങ്കയെ സംബന്ധിച്ച് ഒരു പ്രതികരണം നിങ്ങൾ കേട്ടോ? ഇപ്പോ നിങ്ങൾ വേണമെങ്കിൽ KK രമയുടെ പ്രതികരണം എല്ലാ ദിവസവും കേൾക്കും. കാര്യം ഒരു TP കേസുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു പേപ്പർ ഉയർത്തിക്കാട്ടിക്കൊണ്ട് KK രമയുടെ ആശങ്ക നാട്ടിൽ കേൾപ്പിക്കുകയാണ്. അതാണല്ലോ ഏറ്റവും വലിയ ആശങ്ക. ഇത്രയും കുട്ടികളുടെ ജീവിതം വഴിയാധാരമായ വിഷയത്തിൽ അവർക്ക് പ്രശ്നമില്ല. ആ കുട്ടികളുടെ ആശങ്ക, അവർക്ക് പറയാനുള്ള കാര്യം, അതിനൊരു സ്പേസ് പോലും കൊടുക്കാത്ത ഈ ജീർണത ബാധിച്ച ഈ അഴുക്കുചാല സംവിധാനം ഈ നാടിന് ഇന്നിപ്പോ ഒരു വലിയ പൊതുശല്യമായി മാറുകയാണ്. മാധ്യമ പ്രവർത്തനം വന്നാൽ പ്രതിപക്ഷമാണത്രേ. കണ്ടില്ലേ? പ്രതിപക്ഷത്തിന്റെ പണിയെടുക്കുന്ന കണ്ടില്ലേ? മിണ്ടാതിരിക്കുക. എന്തെങ്കിലും ഗുരുതരമായ വീഴ്ച വന്നാൽ നമുക്ക് തിരിച്ചടി കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് നമ്മൾ അതിനെ ഒപ്പം നിൽക്കുക. അങ്ങനെ കുട്ടികളുടെ ഭാവി തുലഞ്ഞെങ്കിൽ അങ്ങ് തുലയട്ടെ. അതായത് നമ്മളൊക്കെ തന്നെ, അതായത് ഈ സംഘപരിവാറുകാരെന്ന് പറഞ്ഞാൽ ഈ പശുത്തൊഴുത്തിലും പശു മേയ്ക്കാൻ നടന്ന ടീംസാണ്. അവർ ഈ പഴയ ഗുരുകുല വിദ്യാഭ്യാസം പോലെയുള്ള കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. MBBS എന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അവരിപ്പോഴും വൈദ്യം നോക്കിയാലേ കാര്യങ്ങൾ ശരിയാകൂ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വൈദ്യശാസ്ത്രത്തിന് അവർക്ക് യാതൊരു തരത്തിലും ഒരു വിലയില്ല. കാര്യം ഈ ശാസ്ത്രബോധം ഇല്ലാതായതാണല്ലോ മണ്ടരി ബാധിച്ച ഇനങ്ങളായി മാറിയത്. ആ മണ്ടരി ബാധിച്ച ഇനങ്ങൾക്ക് എന്താണ് മെഡിക്കൽ പരീക്ഷയെന്നും അതിലൂടെ പുറത്തു വരുന്ന കുട്ടികൾ അവർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഈ നാടിന്റെ ആരോഗ്യ മേഖല ഏത് രീതിയിൽ തകിടം മറിയുമെന്ന് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാത്ത വെറും പട്ടമരങ്ങളായിപ്പോയി എന്ന് വളരെ ഖേദത്തോടു കൂടി പറയുകയാണ്.